ഒത്തിരി വിശ്വാസികളായിരിക്കുന്നവർ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അതുവഴി വളരെയധികം മോട്ടിവേറ്റഡ് ആകാറുണ്ട്, വളരെ സന്തോഷം തോന്നാറുണ്ട്. ചിലർക്കൊക്കെ ഈവൻ ഗോസ്പൽ ഫസ്റ്റ് ടീം കേൾക്കുന്ന ആളായിരിക്കാം, സുവിശേഷം ആദ്യമായി കേൾക്കുന്ന വ്യക്തികളാകാം. പക്ഷെ നമ്മൾ അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായ അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കാണാറുണ്ട്, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂസ് കാണാറുണ്ട്. പലപ്പോഴും വിശ്വാസികളായി പല നാളുകളായി വർഷങ്ങളായി സ്ഥിരമായി ആരാധനയ്ക്ക് പോകുന്ന പലരുടെയും ജീവിതത്തിൽ കാണാത്ത അത്ഭുതങ്ങൾ, അനുഭവിക്കാത്ത സൗഖ്യങ്ങൾ ഫസ്റ്റ് ടൈം സുവിശേഷം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. കഥാവ് എന്തുകൊണ്ടായിരിക്കും ഇത്? അതിൻ്റെ മറുപടിയാണ് ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ചോദ്യം പലപ്പോഴും നിങ്ങളുടെയും ചോദ്യമായിരിക്കാം. ഇതിൻ്റെ മറുപടിയാണ് ഹൃദയ കാഠിന്യം, ഹാർഡ്നെസ് ഓഫ് അവർ ഹാർട്ട്. ഹൃദയ കാഠിന്യം. അയ്യോ, എനിക്കങ്ങനെ ഇല്ല എന്നാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് സെർച്ച് ചെയ്യട്ടെ, അവൻ ആഴങ്ങളെ പരിശോധിക്കുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിൽ ആഴങ്ങളെ പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാട്ടെ. ഈ വാക്കുപോലെ അല്ല, ഹൃദയ കാഠിന്യം എന്ന് പറയുമ്പോൾ അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ പലപ്പോഴും ഇതൊരു ഹിഡൻ എനിമിയാണ്, പതുങ്ങി ഒളിച്ചിരിക്കുന്ന ഒരു ശത്രുവാണ്. പലപ്പോഴും ഇതുള്ള ആർക്കും ഇതുണ്ടെന്ന് അറിയത്തില്ല. കാരണം ഇത് നമ്മുടെ അത്ഭുതങ്ങളെ ബ്ലോക്ക് ചെയ്യും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് പ്രധാനമായും ദൈവശബ്ദത്തെ നാം കേൾക്കാതെയോ തിരിച്ചറിയാതെയോ ബ്ലോക്ക് ചെയ്യും. ഹല്ലേലൂയ. ഇത് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് പോവാം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 35 മുതൽ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ്. യേശു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ജനം യേശുവിനെ കേൾക്കുകയാണ്. അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുക്കുവാനൊന്നുമില്ലാതിരിക്കുമ്പോൾ യേശു 5000 പേർക്ക് 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചു. അവർക്ക് ധാരാളമായി കൊടുത്തിട്ട് 12 കുട്ട ശേഷിപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സിറ്റുവേഷനാണത്. അതിനുശേഷം 45 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പുരുഷാരത്തെ പറഞ്ഞയക്കുകയാണ്. ഭക്ഷണം കൊടുത്ത ശേഷം അവരെ പറഞ്ഞയക്കുന്നു. കൂടെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പടക് കയറി ബെത്സയിലേക്ക് പോകണം, ബെത്സയിലേക്ക് നിങ്ങൾ യാത്രയാകണം എന്ന് പറഞ്ഞിട്ട് അവരെ യേശു പറഞ്ഞയച്ചു. എന്നിട്ട് പടക് പോയി, യേശു കരയിലായിരുന്നു. അവർ യാത്ര തിരിക്കുകയാണ്. എന്ത് കണ്ടിട്ടാ പോയേ? ഒരു വലിയ അത്ഭുതം കണ്ടിട്ടാണ് അവർ പോകുന്നത്. ശിഷ്യന്മാർ 5000 പേരെ യേശു വെറും 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ച അത്ഭുതം കണ്ടിട്ടാണ് ശിഷ്യന്മാരെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ കാറ്റ് ഭയങ്കരമായിട്ട് പ്രതികൂലമാകുന്നു. അവർ തണ്ടുവലിച്ച് വലിയുന്നത് യേശു കണ്ടു. യേശു കരയിലാണ്. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കലേക്ക്, അവരുടെ പടകിനടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അവരെ കടന്നു പോകുവാനായി ഭാവിച്ചു. രാത്രിയുടെ 4-ാം യാമം എന്ന് പറയുമ്പോൾ സമയം ഏകദേശം വെളുപ്പിന് 3 മണിക്കും 6 മണിക്കും ഇടയാണ്. കാരണം അന്ന് യഹൂദന്മാരുടെ രീതി അനുസരിച്ച് രാത്രിയുടെ 1-ാം യാമം എന്ന് പറയുമ്പോൾ വൈകുന്നേരം 6 മുതൽ 9 മണി വരെയുള്ള 3 മണിക്കൂറാണ്. അടുത്ത 2-ാം യാമം എന്ന് പറയുമ്പോൾ 9 to 12. അടുത്ത് കഴിഞ്ഞിട്ടോ 12 to 3, 3 to 6. ഇങ്ങനെയാണ് 4 യാമങ്ങളായിട്ടാണ് അന്ന് അവർ തിരിച്ചിടും. 4-ാം യാമം എന്ന് പറയുമ്പോൾ 3 to 6. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രതീക്ഷിക്കാത്ത ഒരു സമയം, വളരെ പ്രതീക്ഷയില്ലാത്തൊരു സമയം, എല്ലാവരും വളരെ ഗാഢമായി ഉറങ്ങുന്നു എന്ന് പറയുന്ന ഒരു സമയമാണ് ഈ 3 മുതൽ 6 വരെയുള്ള സമയം. ഈ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പണ്ട് പിതാക്കന്മാർ പറയാറുണ്ട്. അവർ പറയും 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. കാരണം വേറൊന്നുമല്ല, ഇറ്റ്സ് വെരി ചലഞ്ചിങ്. 3 മണിക്ക് എണീക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എഴുന്നേറ്റ് സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അതിന് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടൊരു സമയമെന്ന് എന്താ പറയുക, ആത്മീയ തലത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്ന സമയമാണ്. ഈ സമയത്താണ് യേശു അവിടെ അടുക്കിലേക്ക് വരുന്നത്. എന്നിട്ട് യേശുവോ ഇവർ ഇത്രയും പ്രശ്നത്തിൽ കിടക്കുമ്പോൾ യേശു അവരെ കടന്നു പോകുന്നതായിട്ട് ഭാവിച്ചു. അവർ യേശു കടന്നു വരുന്നത് കണ്ടിട്ട്, കടലിൽ നടന്നു വരുന്നത് കണ്ടിട്ട് അവർ ഭയപ്പെട്ടു. അവർ ഭൂതം എന്ന് നിലവിളിച്ചു. യേശുവിനെ കണ്ട് അവർക്ക് ഭൂതമായിട്ടാണ് തോന്നിയത്. അവർക്കത് യേശുവാണെന്ന് വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞില്ല. എല്ലാവരും അവനെ കണ്ടു ഭ്രമിച്ചു നിലവിളിക്കുകയാണ്. അടുത്ത വചനം പറയുകയാണ്, അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. Their hearts were hardened. കടുത്തിരുന്നു, കാഠിന്യപ്പെട്ടിരുന്നത് കൊണ്ട്
അവർ അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചിരുന്നില്ല. എന്താ അപ്പത്തിന്റെ സംഗതി? തൊട്ട് മുന്നേ ഇതേ യേശുവാണ് 5 അപ്പത്തെ 5000 പേർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തത്. ആ അത്ഭുതം കണ്ടവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 5 അപ്പം കണ്ണിന് മുന്നിൽ 5000 പേർ കൊടുക്കുന്ന ഒരുവൻ. ആ യേശു കടൽമേൽ നടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് യേശുവിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. നമുക്കും അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ എത്ര അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ നമുക്ക് അടുത്ത നിമിഷം നമ്മളെ യേശുവിനെ പലപ്പോഴും നമ്മുടെ ഒരു വിഷമഘട്ടം വരുമ്പോൾ യേശുവിൻ്റെ കരത്തെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യില്ല, തിരിച്ചറിയില്ല. ഇവിടെ അതിനുള്ള റീസൺ എന്താ? അവിടെ ഹൃദയം കഠിനപ്പെട്ടിരുന്നു. ഇപ്പൊ കഠിനപ്പെട്ട ഹൃദയമുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, പലപ്പോഴും യേശുവിനെ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അവൻ്റെ ശബ്ദം മാത്രമല്ല, യേശുവിനെയും തിരിച്ചറിയാൻ കഴിയത്തില്ല. ദൈവത്തോട് മറുതലിക്കുന്നത് മാത്രമല്ല കാഠിന്യം എന്ന് കൊണ്ട് ഉപയോഗിക്കുന്നത്. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അത്ഭുതങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാതെ അതിനേക്കാൾ മേലെ നമ്മുടെ ചുറ്റുമുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെ വില കൊടുത്ത് കാണുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു വലിയ പ്രശ്നം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കരം കാണുന്നതിന് പകരം പ്രശ്നങ്ങൾക്ക് വലിയ വാല്യൂ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹാർഡ്നെസ് ഓഫ് ഹാർട്ടാണ്. കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇത്രയും വലിയവനായ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ വിസ്മരിച്ച് കളയും, നിസാരം പോലെ കളയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ പലപ്പോഴും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയത്തില്ലേ? നമുക്ക് അറിയാം, നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാം നമുക്ക് ചെയ്തു തരുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക. അവൻ നമുക്ക് വേണ്ടി എന്തും ചെയ്തു തരും, എപ്പോൾ വിളിച്ചാലും വരും. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയും. നമ്മൾ നിസാരമായി കാണും. കാരണം നമുക്ക് അവർ നമ്മൾ വില കൊടുക്കാറില്ല. നമ്മൾ എന്ത് ആവശ്യത്തിനും കിട്ടുന്ന പലരെയും നമ്മുടെ ജീവിതത്തിൽ വില, പക്ഷെ അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അസറ്റ്. ഇതുപോലാണ് യേശു. നമ്മുടെ ഏത് അവസരത്തിലും അവനുണ്ട്, എല്ലായ്പ്പോഴും കൂടെയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവം നൽകുന്ന അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും നിസാരമായി ഇടങ്ങെടുക്കും. ഹല്ലേലൂയ. ഇവിടെ ഈ ഹാർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ മഞ്ജു സിസ്റ്ററുടെ ഇരിപ്പുണ്ട്. മഞ്ജു സിസ്റ്ററിൻ്റെ അത്ഭുതം ജീവിതത്തിൽ അനുഭവിച്ചു. അവിടെ ഒരു സാക്ഷ്യം പറയുകയാണ്. അത് ഇനി കേൾക്കുന്ന ഒരു സഹോദരന് അത് 2 തരത്തിലെടുക്കാം. ഒന്ന്, ആ അത്ഭുതത്തെ ചെയ്ത യേശു എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ആ അത്ഭുതത്തെ ആ രീതി തന്നെ കാണാം, സൂപ്പർ നാച്ചുറൽ കാണാം. ഇല്ല എങ്കിൽ വേണമെങ്കിൽ നിസ്സാരവൽക്കരിച്ചിട്ട് ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് ഹൃദയത്തെ കഠിനപ്പെടുത്താം. രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് അവർ ചോയ്സ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6 മുതൽ വാക്യം വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട്, പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് യേശു പറയുകയാണ്, അവിടെ ഇരുന്ന് ജനത്തിന് തിന്നുവാൻ 5000-ഓളം വരുന്ന ആളുകൾ കഴിപ്പാൻ എന്തെങ്കിലും കൊടുക്കുക. ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇവർക്ക് കൊടുക്കുവാനായി അപ്പം നമ്മൾ എവിടെ നിന്ന് വാങ്ങും? യേശുവിൻ്റെ ചോദ്യമാണ്. അടുത്ത് പറയുകയാണ്, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. അതായത് യേശു ഇവിടെ ഒരു ഉത്തരം പ്രതീക്ഷിച്ചല്ല ഫിലിപ്പോസിനോട് ചോദിച്ചത്. പകരം ഫിലിപ്പോസിന് തൻ്റെ വിശ്വാസത്തിൽ ആക്ട് ചെയ്യാൻ ഒരു അവസരം കൊടുക്കുകയാണ്. ഫിലിപ്പോസ് ചോദിക്കും, ഫിലിപ്പോസേ, നമ്മൾ ഇത്രയും പേർക്ക് എവിടെ നിന്നാ ഭക്ഷണം ഉണ്ടാക്കും? എവിടെ നിന്ന് ഭക്ഷണം വാങ്ങും? യേശുവിൻ്റെ ചോദ്യമാണ്. യേശു പ്രതീക്ഷിക്കുന്നത് ഒരു കടയുടെ പേരോ അതിൻ്റെ സോഴ്സോ അല്ല. യേശുവേ, നീ വിചാരിച്ച് നടക്കും എന്നൊരു വാക്കാണ്. യേശുവെ, നിന്നെ കൊണ്ട് സാധിക്കും എന്നൊരു വാക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഫിലിപ്പോസിന്റെ മറുപടി എന്താണ്? 200 പണത്തിന് മേടിച്ചാലും കഥാവേ തികയത്തില്ല. അവിടെ ഫിലിപ്പോസ് ആ പരീക്ഷയിൽ തോറ്റുപോവുകയാണ്. യേശു അവനെ പരീക്ഷിക്കുവാനാണ് ചോദിച്ചത്. അവന്റെ മറുപടി ഇതാണ്, നമ്മൾ വിചാരിച്ചാൽ കൂടത്തില്ല, നമ്മൾ വിചാരിച്ച നടക്കത്തില്ല. കൂടെ നിൽക്കുന്ന ആരാ? യേശുവാ. നിന്റെ കൂടെ കൈ പിടിച്ചിരിക്കുന്ന ആരാ? ദൈവമാ. ദൈവത്തെ കൂടെ കൂട്ടിയിട്ട് പറയുവാണ്, കഴിയത്തില്ല കർത്താവേ, നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഒറ്റയ്ക്കല്ല, നമ്മളെ കൊണ്ട് കഴിയത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദാവീദ് പറഞ്ഞ പോലെ എൻ്റെ ദൈവത്താൽ എനിക്ക് സകലവും സാധ്യം. വിശ്വാസത്തിന്റെ പ്രതീകം എന്താ? നമ്മുടെ വാക്കുകൾ അങ്ങനെ ആയിരിക്കണം. 200 പണത്തിനോ 500 പണത്തിനോ തികയത്തെന്നല്ല. ദൈവമേ, നീ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, നീ എൻ്റെ കൈ പിടിച്ചിരിക്കുമ്പോൾ എന്തും സാധ്യമാ. 5000 അല്ല 10000 നമുക്ക് നടക്കും. നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാനില്ല, എന്നിൽ ക്രിസ്തു അത്രേ. എൻ്റെ കൂടെ ദൈവം നിൽക്കുമ്പോൾ ഏത് പ്രതികൂല നടുവിലും ദൈവം ചോദിക്കുകയാണ്, മോനെ ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് സാധിക്കും, നമ്മളെ കൊണ്ട് പറ്റും. കാരണം എൻ്റെ കൂടെ ദൈവം ഉണ്ടല്ലോ. യേശു പറഞ്ഞു, അതിന് ഒരു നാളും കൈവിടുകയില്ല എന്ന് വെച്ചാൽ ഇനിമേൽ നിങ്ങൾ ഒന്നല്ല രണ്ടാണ്, രണ്ടും കൂടി ചേർന്ന് ഒന്നാണ്. കർത്താവിനോട് ചേരുന്നവനെല്ലാം അവനുമായി ഏക ആത്മാവാകുന്നതാണ് റോമാലേഖനം പറയുന്നത്. ഹല്ലേലൂയ. കൊരിന്ത്യൻസിൽ പറയുക, കർത്താവുമായി ചേരുന്നവനെല്ലാം
അവരുമായി ഏക ആത്മാവാകുന്നു. അപ്പോൾ നമ്മൾ ഒന്നാണ്. 2000 നമ്മൾ ഒന്നായിരിക്കുക. ഇനി നമുക്ക് എന്തും സാധിക്കും. ഇവിടെ ഫിലിപ്പോസ് പറയുകയാണ്, കർത്താവേ തികയത്തില്ല. യേശുവിനെ പരീക്ഷിക്കാനാണ് ചോദിച്ചേ. എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു നന്നായി അറിഞ്ഞിരുന്നു. ഈ 5000 പേരെ പോഷിപ്പിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തൊരു സിറ്റുവേഷൻ വരെയാണ്. അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഇവിടെ 4000 പേരാണ്. ശ്രദ്ധിക്കണേ, അവിടെ 5000 പേരുണ്ടായിരുന്നു, കൊടുത്തു, എല്ലാവർക്കും തികഞ്ഞു. 5 അപ്പം 2 മീൻ. അടുത്ത് 4000 പേരാണ്. ആ ഭാഗം വായിക്കുമ്പോൾ കാണാൻ പറ്റും 4000 പേർ കൊടുക്കാൻ 7 അപ്പം അവിടെ ഉണ്ട്. ശ്രദ്ധിക്കണേ, 5 അപ്പം കൊടുത്ത് 5000 പേരെ പോഷിപ്പിച്ചു. ഇപ്പൊ 4000 പേരേ ഉള്ളൂ, 7 അപ്പം ഉണ്ട്. അതായത് പ്രശ്നം ചെറുതാണ്. നേരത്തെ കാലം പ്രശ്നം ചെറുതാണ്, എന്നാൽ സോഴ്സ് വലുതുമാണ്. നമ്മുടെ കയ്യിലുള്ള അപ്പത്തിന്റെ അളവ് കൂടുതലുമാണ്. ഇപ്പോ ഇവരെന്നാ ചെയ്യാൻ പോണേ? യേശു നോക്കി ഇവരെന്ത് ചെയ്യാനായിട്ട് പോകുന്നേ. അപ്പോ യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നമ്മൾ എന്തായിരിക്കും യേശു പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? കർത്താവ് ഇപ്പൊ 4000 ഉള്ളൂ, അന്ന് 5000 പേർക്കല്ലേ കൊടുത്തേ, ഇപ്പൊ 4000 പേരല്ലേ ഉള്ളൂ. മാത്രമല്ല അന്ന് 5 ഉള്ളൂ, ഇപ്പൊ 7 അപ്പം ഉണ്ട്. ഇതാണ് യേശു എക്സ്പെക്ട് ചെയ്തൊരു മറുപടി. പക്ഷെ ശിഷ്യന്മാരെ മറുപടി നോക്കിയേ, ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്താൻ എങ്ങനെ കഴിയും? ഇതാണ് ഹാർഡൻഡ് ഹാർട്ട്. എടാ, നീ തൊട്ട് മുമ്പ് കണ്ടില്ലേ ഇത്രയും വലിയ അത്ഭുതത്തെ? അതേ യേശുവല്ലേ നിൽക്കുന്നേ. ഇപ്പൊ നിന്റെ മറുപടി എന്നാ? എങ്ങനെ സാധിക്കും കർത്താവേ? ഇവർ പിന്നെ നോക്കുന്നത് എന്താണ്? അവരുടെ ലിമിറ്റേഷനിലേക്കാണ്. അവർക്കെങ്ങനെ പറ്റും? കൂടെ നിൽക്കുന്ന കർത്താവിനെ അവർ കൂട്ടുന്നില്ല. ഹല്ലേലൂയ. യേശു ചോദിച്ചു, എന്നാ ചെയ്യാൻ പോവാ? കർത്താവ് എങ്ങനെ പറ്റും? കർത്താവ് അങ്ങ് വിഷമിച്ചു പോയി. ഇവരുടെ മറുപടി പ്രതീക്ഷിച്ചത് പോലെ ആയിരുന്നില്ല. അവർ പറയുവാണ്, അവർ തൊട്ടുമ്പോൾ അത്ഭുതത്തെ മറന്ന്, അവൻ ചെയ്ത നന്മകളെ മറന്ന്. ഇതാണ് നമ്മുടെ ഹാർഡ്നെസ് ഓഫ് ഹാർട്ടിന്റെ മറ്റൊരു ചിന്ത. ഇത് ഞാൻ മെസ്സേജ് പറയാൻ തീരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നിങ്ങൾക്ക് ഇതുണ്ടോന്ന്. ഹല്ലേലൂയ. ആദ്യം ഞാൻ ഹൃദയ കാഠിന്യം വാക്ക് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു, ഓ ഇതൊന്നും നമുക്കുള്ളതല്ല. പക്ഷേ മെസ്സേജ് തീരും നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നിങ്ങൾക്കിത് എത്രമാത്രം ഉണ്ട്, എങ്ങനെ ഇത് പരിഹരിക്കാമെന്ന് നമ്മളിന്ന് പറയാൻ പോവാ. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇവിടെ ഇന്നലെ ചെയ്ത അത്ഭുതം, നിന്റെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിന്നപ്പോൾ, നീ അങ്ങറ്റത്ത് നിന്നപ്പോൾ പെട്ടെന്നൊരു വഴി ദൈവം തുറന്നത് ഓർമ്മയില്ലേ? തിരിഞ്ഞു നോക്കിയേ, അങ്ങനെ ഒരു കാലം നിനക്കുണ്ടായിരുന്നു. ഒരു രോഗത്തിന്റെ അവസ്ഥ നീ ഭയപ്പെട്ടിരുന്നപ്പോൾ സൂപ്പർ നാച്ചുറലി ദൈവം അതിനെ സൗഖ്യമാക്കിയത് ഓർമ്മയില്ലേ? നീ വിഷമിപ്പിച്ചിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനം ആരിലൂടെയെങ്കിലും ദൈവം സംസാരിച്ച് നിനക്ക് ഓർമ്മയില്ലേ? എത്ര എത്ര അനുഭവങ്ങൾ. പക്ഷെ നീ പലപ്പോഴും അടുത്ത നിമിഷം ഇത് മറന്നുപോകും. നിന്റെ മക്കളുടെ കാര്യത്തിൽ നീ വിഷമിച്ചിരുന്നപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നന്മകൾ ജീവിതത്തിൽ ലഭിച്ചത് എത്ര എത്രയുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കണം. ഒരു പേപ്പറും പേന എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 നന്മ ദൈവം ചെയ്ത് എഴുതി നോക്കണം. 10 എണ്ണം മതി, വെറും 10 എണ്ണം. നിങ്ങൾക്ക് ആദ്യം 10 എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഞാൻ പറയാം, നമ്പറിട്ട് 100 എഴുതിയാലും തീരത്തില്ല. 100 തീരത്തില്ല. നമ്മൾ മറന്നുപോയിരിക്കുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നാണ്. ഇവിടെ ശിഷ്യന്മാർക്ക് പറ്റിയ പ്രശ്നം എന്ന് അറിയാവോ? ഹാർഡൻഡ് ഹാർട്ട് ആവാൻ കാരണം തൊട്ട് മുന്നേയുള്ള അത്ഭുതം അവർ മറന്നുപോയി. ലിറ്ററലി മറന്നുപോയി. ഈ 4000 അടുത്ത് യേശു പോഷിപ്പിച്ചു. ശ്രദ്ധിക്കണം, 5000 പോഷിപ്പിച്ചു, 4000 പോഷിപ്പിച്ചു. എന്നിട്ട് യേശു പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹെരോദാവിന്റെ പൊളിച്ച മാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. 2 കാര്യം യേശു പറഞ്ഞു. ഒന്ന് പരീശന്മാരുടെ പൊളിച്ചമാവ്, മറ്റൊന്ന് ഹെരോദാവിന്റെ പൊളിച്ചമാവ്. ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല, ചുരുക്കം പറയാം. പരീശന്മാരുടെ പൊളിച്ചമാവ് എന്ന് വെച്ചാൽ മതത്തിന്റെ ഹിപ്പോക്രസി. മതമാണ് എല്ലാം. തലയ്ക്ക് പിടിച്ച ചില ആൾക്കാരുണ്ട്, അവർക്ക് മതമാണ് എല്ലാം. വചനം എന്ന് പറയുന്ന വിഷയമല്ല, മതം എന്ന് പറയുന്നു. അവർ പലപ്പോഴും അത്ഭുതങ്ങളെ ആവശ്യപ്പെടും. അത്ഭുതങ്ങൾ കണ്ടാൽ വിശ്വസിക്കുമെന്ന് പറയും. പക്ഷെ അത്ഭുതം കണ്ടാലും അവർ വിശ്വസിക്കത്തില്ല. അവർ കുറെ നിയമങ്ങളും ചട്ടങ്ങളും മാത്രമാണ് അവരുടെ വിഷയം. ദൈവമുള്ള ബന്ധം അവരുടെ വിഷയമേ അല്ല. പുറമെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കും അവർക്ക് താല്പര്യം. അകം ഹൃദയമൊക്കെ കഠിനപ്പെട്ടിരിക്കും. ഇതാണ് പരീശന്റെ പുളിച്ചമാവ്. ഈ പുളിച്ചമാവിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തൊടുന്നവരെല്ലാവരെയും പുളിപ്പിക്കും. ആരുമായിട്ട് കമ്പനി അടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു നിരീശ്വരവാദിയോട് 5 മിനിറ്റ് സംസാരിച്ചാൽ, തർക്കിക്കാൻ പോയാൽ ചിലപ്പോൾ നിങ്ങൾ നിരീശ്വരവാദിയായി പോകും. അതൊരു പുളിച്ചമാവാണ്. കാരണം അത് സ്പ്രെഡ് ആവും. അതുപോലെ തന്നെ ഹെരോദാവിന്റെ പുളിച്ചമാവ് എന്ന് വെച്ചാൽ ഈ ലോകപരമായ അധികാരങ്ങളും പൊളിറ്റിക്സ് എന്ന് പറയാം. ഒന്ന് മതം, മറ്റൊന്ന് പൊളിറ്റിക്സ്. ഇത് തന്നെ സിമ്പിളി പറഞ്ഞാൽ 2 പുളിച്ചമാവാണ് ലോകത്തിലുള്ളത്. ജനത്തെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഒന്ന് മതം, മറ്റൊന്ന്
രാഷ്ട്രീയം, പൊളിറ്റിക്സ്, ഇത് രണ്ടും ഇന്നും അന്നും സൂക്ഷിക്കേണ്ട കാര്യമാണ്. നാം ഇതിൽ നിന്നും മാറി നിൽക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മാറി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വ്യക്തമായ രാഷ്ട്രീയം വേണോ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ദൈവരാജ്യവും ദൈവത്തിൻ്റെ വചനവുമായിരിക്കണം. ദൈവരാജ്യവും പുളിച്ചമാവാണ്, അതും പുളിപ്പിക്കുന്നതാണ്. നാം ഈ ലോകത്തിൻ്റെ കൾച്ചർ നമ്മളിലേക്ക് വന്ന് നമ്മൾ പുളിച്ചതായി മാറാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നാം ദൈവരാജ്യത്തിൻ്റെ പുളിച്ചമാവുകളാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിലൂടെ ഹെരോദാവിൻ്റെ പുളിച്ചമാവും പരീശന്റെ പുളിച്ചമാവും കൂടെ മാറി നമ്മുടേതായി മാറണം. പൊളിറ്റിക്സും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മതങ്ങളും ദൈവരാജ്യത്താൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണം. അല്ല ദൈവരാജ്യം ഇതിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ഇന്ന് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, സഭകൾ പൊളിറ്റിക്സിന്റെ പുറകെയാണ്. അവരെങ്ങനെ പ്രീതിപ്പെടുത്താം, എങ്ങനെ കുറച്ച് പേരെ ആളെ കൂട്ടാം, എങ്ങനെ 2 മന്ത്രിമാരെ സോപ്പിടാം, എങ്ങനെ 2 MP-മാരെ കയ്യിലാക്കാം. ഇതിനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എങ്ങനെ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ കൾച്ചറിനെ അവരിലേക്ക് ഇമ്പോസ് ചെയ്യാം, എന്നിട്ട് അവരിലൂടെ രൂപാന്തരം എങ്ങനെ കൊണ്ടുവരാം. എങ്ങനെ ഒരു ടോപ്പിലിരുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് അവൻ ദൈവരാജ്യത്തിന്റെ ഭാഗമായി മാറിയാൽ അവനിലൂടെ ആ മേഖലകളെ എങ്ങനെ പുളിപ്പിക്കാം. ഇതാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഭാഗമായി പോകേണ്ടവരല്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതലായി പോകുന്നില്ല. കാരണം ഹെരോദാവിൻ്റെ പ്രശ്നം, ഹെരോദാവ് ജനത്തെ പേടിക്കുന്ന ആളാണ്. ജനങ്ങൾ എന്ത് വിചാരിക്കും, അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ സ്നാപകന്റെ പോലും തലയെ വെട്ടിയത്. അതാണ് ഹെരോദാവിൻ്റെ സിസ്റ്റം. മതം മറ്റൊരു തരത്തിൽ കുറെ ചട്ടക്കൂടുകൾ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ബന്ധമില്ല ദൈവമായിട്ട്. ഇത് രണ്ടും പ്രശ്നമാണെന്ന് യേശു പറയുക. ഇത് പറയുമ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ ശിഷ്യന്മാര് ബോട്ടിൽ പോവുകയാണ്. യേശു അവരുടെ പറയുകയാണ് 2 പുളിച്ചമാവും സൂക്ഷിക്കണം. യേശു ഉപമയിലൂടെ പറഞ്ഞത്. പെട്ടെന്ന് ചിന്തിക്കുവാണ്, നമ്മൾ അപ്പം എടുക്കാൻ മറന്നുപോയി കേട്ടോ. അവിടെ ശേഷിപ്പിച്ച അപ്പം ഉണ്ടല്ലോ, അതെടുക്കാൻ മറന്നുപോയി. ആകെ ഒരുത്തൻ്റെ ഒരു അപ്പം മാത്രമേ ഉള്ളൂ. നമ്മൾ അപ്പം എടുക്കാത്തതുകൊണ്ടാണ് യേശു ഇത് പറഞ്ഞെന്നാണ് അവർ വിചാരിച്ചത്. ആലോചിച്ചോളൂ, അവരുടെ ഹൃദയം എന്തുമാത്രം കഠിനപ്പെട്ടിരിക്കുന്നുള്ളത്. അവരുടനെ ആലോചിക്കുകയാണ്, നമ്മൾ അപ്പം എടുക്കാത്തതുകൊണ്ടാണ് യേശു പറഞ്ഞെന്നാണ് തോന്നണേ. അപ്പോൾ യേശു ചോദിക്കുവാണ്, യേശു ഇത് അറിഞ്ഞു. യേശു ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? യേശു മനസ്സിലായി ഇവർ പറയുന്നത് എന്താണ്. എടേ നീ അപ്പം എടുത്തില്ലല്ലേ? യേശു അതറിഞ്ഞു, അതാ ചോദിക്കണേ. പുളിച്ചമാവ് സൂക്ഷിക്കാൻ പറഞ്ഞു, അതാണ് സംഭവം. ആലോചിക്കുക, എത്ര മണ്ടത്തരമായുള്ള ചിന്തകളാണ് ആലോചിക്കുക. നമ്മളും അങ്ങനെ പലപ്പോഴും ദൈവമുള്ള ബന്ധത്തിൽ പല മണ്ടത്തരം ചിന്തിക്കാൻ കാരണം നമുക്ക് സൂപ്പർ നാച്ചുറലിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത, നമ്മൾ ഈ നാച്ചുറലുമായിട്ട് ഭയങ്കരമായി കെട്ടപ്പെടക്കുക. എവിടെയെങ്കിലും അത്ഭുതം നടന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് ഇത് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ കാരണം. പാസ്റ്റർ എന്തെങ്കിലും കള്ളത്തരം ചെയ്തായിരിക്കും, ഇതായിരിക്കും ഫസ്റ്റ് തിങ്കിങ്. കാരണം നമുക്കിപ്പോഴും സൂപ്പർ നാച്ചുറൽ അംഗീകരിക്കാൻ വളരെ വിമുഖതയാണ്. യൂട്യൂബ് തുറന്നാൽ ഏറ്റവും കൂടുതലുള്ളത് ക്രിട്ടിസൈസമാണ്. എവിടെയെങ്കിലും ഒരു സഭയിൽ അത്ഭുതം നടന്നാൽ, ഒരു സൗഖ്യം നടന്നാൽ അതിനെങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ചിന്തിക്കുന്നത്. കാരണം മാനുഷിക ബുദ്ധി എപ്പോഴും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതായിരിക്കും. അത് ഹൃദയ കാഠിന്യത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇവർ ഒരിക്കലും അത്ഭുതത്തെ കാണത്തുമില്ല, അത്ഭുതത്തെ എന്ത് ചെയ്യുക, ക്രിട്ടിസൈസ് കൊണ്ടേയിരിക്കും. ഇവിടെ യേശു ചോദിക്കുവാണ്, നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലേ? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലേ? ഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ടോ, ഇതാണ് ചോദ്യം. നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? ഇത്രയും അത്ഭുതങ്ങളെ കണ്ടിട്ടും എടാ നിന്റെ കയ്യിൽ ഈ അപ്പത്തെ പോലും 10 100 ആക്കാനോ 1000 ആക്കാൻ എനിക്ക് കഴിയുമെന്നിരിക്കെ നീ ചിന്തിക്കുന്നതാ, ഓ ഞാൻ അവിടെ നിന്ന് മിച്ചം വെച്ച് അപ്പം എടുക്കാത്തതുകൊണ്ടാണോ യേശു പറയുന്നേ? കണ്ടോ, അപ്പൊ അപ്പൊ യേശു ചോദിക്കുവാണ്, നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? അടുത്ത യേശു ഇത്തിരി രൂക്ഷമായി ചോദിക്കുകയാണ്. മർക്കോസ് 8:18 പറയാണ്, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? യേശു ചോദിക്കുവാണ്, കണ്ണുണ്ടായിട്ടും. അപ്പൊ ഹൃദയ കാണിനുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ കണ്ണുണ്ടെങ്കിലും കാണൂല, കാണേണ്ടത് നമ്മള് കാണത്തില്ലേ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഇവിടെ ഇരിക്കുന്ന പലരും, ഞാൻ ഈ ഘോര പ്രസംഗിക്കുന്നത് ശരിയാ, ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ്, പക്ഷെ പലരും കേൾക്കുന്നില്ല. സിമ്പിൾ. ഇപ്പൊ തിരിച്ചെന്ന് പറയാൻ പറഞ്ഞു നോക്കിയേ, കുഴങ്ങും, മൊത്തം പ്രശ്നമാവും. കേൾക്കുന്നില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്തവരുണ്ട്. കാരണം എന്താ? ഹൃദയത്തിനകത്ത് വേറെ എവിടെയൊക്കെ ഒപ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നുമില്ലയോ? യേശു ചോദിക്കുവാണ്, എന്താ ഓർക്കാതെ? എടാ കഴിഞ്ഞ ദിവസം നടന്ന അത്ഭുതം ഇന്ന് ഓർക്ക് നോക്ക്. 5000 4000. യേശു അവിടെ തുറന്ന് പറയുകയാണ്. മനോഹരമായ ചോദ്യമാണ് ഇത്. നമ്മൾ ഓരോരുത്തരുള്ള കർത്താവിന്റെ ചോദ്യമാണ്. യേശു ചോദിക്കുവാണ്, 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ എത്ര കുട്ട നിങ്ങൾ ബാക്കി എടുത്തു? യേശുവിന്റെ ചോദ്യമാണ്. യേശു ചോദിക്കുക. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു 12. അതൊക്കെ ഓർമ്മയുണ്ട്, കറക്റ്റായിട്ട് 12 കുട്ട മിച്ചം വന്നു, കറക്റ്റാ. അടുത്ത യേശു വീണ്ടും ചോദിച്ചു, 4000 പേർക്ക് 7 നുറുക്കിയപ്പോ എത്ര വട്ടി നിറച്ചെടുത്തു?
അപ്പോൾ അവർ പറഞ്ഞു 7. മർക്കോസ് സുവിശേഷം വീട്ടിൽ പോയി വായിക്കുക, 8-ാം അധ്യായം 18 മുതൽ വാക്യങ്ങളാണ്. പിന്നെ അവൻ അവരോട്, എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. കണ്ടോ, അവർക്ക് എന്താ ഓർമ്മയുള്ളത്? ഫാക്ട്സ് ഓർമ്മയുണ്ട്. ചിലർക്ക് ഇങ്ങനെ വചനവും കൃത്യം ഓർമ്മയുണ്ട്. ഇന്നത് പറഞ്ഞാൽ കറക്റ്റ് പറയും. യെശയ്യാവ് 53, പത്രോസ് 3 അത് പറയും, എല്ലാം പറയും. അവൻ്റെ അടിപ്രാൾ സൗഖ്യമായി. നമുക്കെല്ലാം ഫാക്ട്സ് അറിയാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വെളിപ്പാടായി മാറിയിട്ടില്ല. അറിവുണ്ട്, പക്ഷെ ഒന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. ഇവിടെ ശിഷ്യന്മാർക്ക് ഒരു കാര്യം അറിയാം, 12 കൂട്ടം മിച്ചം വന്ന് 7 കൂട്ടം വെച്ചു, അതൊക്കെ അറിയാം. പക്ഷെ കർത്താവ് തന്നെ ചോദിക്കുവാണ്, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? അപ്പൊ ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. അത്ഭുതങ്ങളൊക്കെ കണ്ടു, 100,000 അത്ഭുതം കണ്ടു, പക്ഷെ ഇന്നും അതേ ഒരു സിറ്റുവേഷൻ വരുമ്പം നെഞ്ചിലടിച്ച് വിളിയാ. അപ്പൊ കർത്താവ് ചോദിക്കും, എടാ കഴിഞ്ഞ നാളിൽ നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇടപെട്ടൊരു സൗഖ്യമാക്കി നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, അതൊക്കെ ഓർമ്മയുണ്ട്. നിനക്കൊരു പ്രയാസം വന്നപ്പോൾ ഞാൻ സൂപ്പർ നാച്ചുറൽ പ്രൊവൈഡ് ചെയ്തു, ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പം നീ എന്താ നിലവിളിക്കുന്നത്? നീ ഓർക്കുന്നില്ലേ എന്നുള്ളത് പോലെ യേശു ചോദിക്കുവാണ്, നീ ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലയോ? ശിഷ്യന്മാർക്ക് അറിവുണ്ട്, പക്ഷെ അവർ അതൊരു പ്രൊഡക്റ്റീവ് ഒരു കാര്യം വരുന്നില്ല. അവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം കിടക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കള് ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർ കണ്ട അത്ഭുതം എന്ന് പറയുന്നത് ചരിത്രത്തിൽ വേറെ ആരും കാണാത്ത അത്ഭുതങ്ങളാണ്. ഞാൻ പറയുന്നത് സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? വളരെ ഹ്യൂജ് മിറക്കിൾസ്. അവരുടെ കൺമുന്നിൽ ചെങ്കടൽ 2ആയിട്ട് കീറി മാറി. ഞാൻ പറയണ്ടല്ലോ, അവർ പുറത്തു വരുന്നത് തന്നെ വലിയ അത്ഭുതങ്ങളാണ്. 9 ബാധ അവർ കൺമുന്നിൽ കണ്ടു. അവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ. തീയായിട്ട് ദൈവം നിൽക്കുക, മേഘസ്തംഭമായിട്ടും അഗ്നി തൂണായും അവരുടെ കൂടെ യാത്ര ചെയ്തു. അങ്ങനെ നടന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങൾ വീട്ടിൽ പോയി 78-ാം അധ്യായം അതിൻ്റെ 19-20 സങ്കീർത്തനങ്ങൾ ഒന്നെടുത്തേ, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ 78-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. അവർ ചോദിക്കുകയാണ്, മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറ അടിച്ച് വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി, സത്യം. എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? കണ്ട, ഇതുപോലെ നമ്മൾ ചോദിക്കണേ, അവൻ അത്ഭുതം തന്നു, എനിക്ക് സൗഖ്യം തന്നു, മക്കളുടെ കാര്യം നോക്കി, പക്ഷെ ഇത് ചെയ്യാൻ ദൈവത്തിന് കഴിയുമോ? അവിടെ എത്തും മണ്ടത്തരമായ ചോദ്യം നോക്കിയേ. അവൻ പാറയെ അടിച്ച് വെള്ളം പുറപ്പെട്ട് തോടുകളും കവിഞ്ഞൊഴുകി, സത്യം. അതവർ അഡ്മിറ്റ് ചെയ്യുന്നു. അവർ പറയുന്നു, ശരിയാണ്, ദൈവം അത്ഭുതങ്ങളെ ചെയ്തു, പക്ഷേ തൻ്റെ ജനത്തിന് മാംസം കൊടുക്കാൻ അവന് കഴിയുമോ? അവർ ചിന്തിച്ചത് എങ്ങനെയാണ്? മാംസം തരണമെങ്കിൽ ഇറച്ചി കടക്കാരൻ വെട്ടിക്കൊണ്ട് തരണ്ടേ, ഫ്രണ്ടി ഒന്ന് നിന്ന് തരും എന്തെങ്കിലും. പക്ഷെ ദൈവത്തിന് അതും സാധ്യമാണെന്ന് ദൈവം കാണിച്ചു കൊടുത്തു. മരുഭൂമിയിൽ ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവം. കഴിയുമോ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുവാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? എനിക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. മനുഷ്യന്റെ ബുദ്ധിക്കാണ് പലതിൽ ലിമിറ്റേഷൻ ഉള്ളത്. നമ്മൾ പറയും ഇതൊക്കെ നടക്കും, പക്ഷെ ഇത് നടക്കുമോ? ഹലോ, അങ്ങനെയല്ലേ? നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് എത്താൻ പറ്റുന്ന ലിമിറ്റേഷൻ വരെ പറയും ദൈവം അതൊക്കെ ചെയ്യും, പക്ഷെ ഇത് സംഭവിക്കുമോ? പുരുഷൻ തൊടാത്ത ഒരു സ്ത്രീ പ്രസവിക്കുമോ? നോട്ട് പോസിബിൾ. അത് നടക്കില്ല, സയന്റിഫിക്കലി നടക്കില്ല. എന്താ പറയാ, ഒരു തരത്തിലും അതിനൊരു ചോയ്സ് ഇല്ല. പക്ഷേ ഒരു കാര്യം എക്സെപ്ഷൻ ഉണ്ട്, ദൈവത്താൽ, വിത്ത് ഗോഡ് എവറിത്തിങ് ഈസ് പോസിബിൾ. എവറിത്തിങ് ഈസ് പോസിബിൾ. ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായിക്കോട്ടെ, ഓൺലൈനിൽ കേൾക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തും നടക്കും, എന്തും നടക്കും. ഒരു പരിധിയുമില്ല. ദൈവത്താൽ എന്തും നടക്കും. ഇന്ന് ഈ മുക്കിൽ മൂലയിൽ നിന്ന് കേൾക്കുന്ന സഹോദരാ, നീ UN രക്ഷാസമിതിയിൽ പോയിട്ട് അതിനകത്ത് ഉള്ള ഒരു പ്രധാന ഓഫീസർ ആകുമെന്ന് ഞാൻ പറഞ്ഞാൽ പോലും നടക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, നമ്മൾ പറയുന്നതും പ്ലാൻ ചെയ്യുന്നതൊക്കെ നമ്മളെ കൊണ്ട് കഴിവിൻ്റെ ഒരു ചിന്തയായിരിക്കും. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് പറയാൻ കാരണം, അങ്ങനെ പോസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമ്മുടെ ചിന്തയ്ക്കകത്ത് വരാത്തൊരു സാധനം, പക്ഷെ ദൈവത്തെ കൊണ്ട് സാധ്യമാണ്. വിത്ത് അനോയിന്റിങ്, അവന്റെ അഭിഷേകത്താൽ നിന്നെ കൊണ്ട് എന്തും ചെയ്യുവാനായി കഴിയും. ഹല്ലേലൂയ. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റും. ദൈവത്തോട് ചോദിക്കുമ്പോൾ, ദൈവമേ ഇതൊക്കെ നീ ചെയ്തു, ഇത് ചെയ്യാൻ പറ്റുമോ? നിനക്ക് ഒന്നും തന്നെ ദൈവത്തെ കൊണ്ട് നോ പറയിക്കാൻ പറ്റില്ല. മോനെ, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാൻ കഴിയത്തില്ല. ബിക്കോസ് ഹീസ് ഗോഡ്. അവൻ ദൈവമാണ്. നമ്മുടെ
ഹൃദയ കാഠിന്യമാണ് ദൈവത്തെ പലപ്പോഴും ലിമിറ്റ് ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കാൻ പറ്റുമോ? യിരെമ്യാവ് പറയുവാണ് 29 പറയാം, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ ഏറ്റവും നല്ലതും ശുഭഭാവി നൽകുന്നതുമാണ്. ഐ ഹാവ് എ പ്ലാൻ ഫോർ യുവർ ലൈഫ്. ദൈവത്തിന്റെ വാക്കാണ്. നിന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പദ്ധതികളുണ്ട്. അത് നിന്നെക്കാൾ, നീ ചിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. there is a good plan for you. നിന്നെക്കുറിച്ചും നിന്റെ മക്കളെക്കുറിച്ചും തലമുറകളെക്കുറിച്ചും സ്വർഗത്തിന് മനോഹരമായ പദ്ധതികൾ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ കാഠിന്യം കൊണ്ട് പലപ്പോഴും നമ്മൾ ദൈവത്തോട് ഞാൻ ചോദിക്കും, ദൈവമേ ഇത് പറ്റുമോ, അത് പറ്റുമോ? ഇത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രശ്നം. എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഓ എനിക്ക് അത്ഭുതമൊക്കെ നീ തന്നിട്ടുണ്ട്, പക്ഷെ ഇത് സംഭവിക്കുമോ, ഇത് ചെയ്യുമോ, നടക്കുമോ, കുറേ വർഷങ്ങളൊക്കെ വേസ്റ്റ് ആയി പോലെ, ഇനി സംഭവിക്കുമോ? ദൈവത്തെ കൊണ്ട് സാധ്യമാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്തുണ്ട്? ഹൃദയകാഠിന്യമുണ്ട്. അതിനെ ഇന്ന് ക്ലാരിഫൈ ചെയ്യണം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ഫറവോന്റെ ഹൃദയം 18-ലധികം പ്രാവശ്യമാണ് കഠിനപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അതൊരു കഠിനതയാണ്. എന്താണെന്നറിയോ? തൊട്ട് മുന്നിൽ ദൈവം ചെയ്ത അത്ഭുതത്തെ കണ്ടിട്ടും ഒറ്റ ദിവസം കഴിയുമ്പം മറക്കും, അടുത്ത ദിവസം മറക്കും. അതാണ് ഹൃദയകാഠിന്യം. അത് ഭയങ്കര ഡേഞ്ചറാണ്. അവസാനം ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അവൻ പോയി അമർന്ന് വീഴുന്നത് വരെ അവന്റെ ഹൃദയം കഠിനപ്പെട്ടു, നാശത്തിലേക്ക് കൊണ്ടുപോയി. എത്രയും ഒരു അത്ഭുതം കാണുമ്പോൾ അടുത്ത നിമിഷം നേരെ തിരിച്ച് മറുതലിച്ച് പറയുന്നതാണ് ഹൃദയ കാഠിന്യം. നമുക്ക് എത്ര ഹീലിംഗ് സ്ക്രിപ്ചറുകൾ കോട്ട് ചെയ്യാൻ ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റുമെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് കാഠിന്യം ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അവിടെ നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യും. നമുക്ക് ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. വചനം വ്യക്തമായി പറയുന്നു, ഇസ്രായേൽ മക്കൾ അവരുടെ സ്റ്റിഫ് നെക്കഡ് എന്താ പറയാ, നമ്മളെ കഴുത്തും ഇടുങ്ങിയ കഴുത്തെന്ന് പറയും. അതായത് അവരുടെ ഇടുങ്ങിയ ചിന്താഗതികൾ കൊണ്ട് ദൈവത്തെ അവരെന്ത് ചെയ്തു? ലിമിറ്റ് ചെയ്തു. നമ്മുടെ ഈ ചിന്താഗതികൾ പലപ്പോഴും ദൈവത്തെ ലിമിറ്റ് ചെയ്യാറുണ്ട്. ചിലരൊക്കെ ഉണ്ട് പറയാറുണ്ട്, ബ്രദറെ എനിക്ക് ബൈബിൾ വചനം ഒന്നും പഠിച്ച് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഒരു ആൻറ്റി പറഞ്ഞു, എനിക്ക് ബൈബിൾ വചനം ഓർത്തു വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ, എനിക്ക് റെഫറൻസ് ഒന്നും. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടോ എനിക്ക് അറിയത്തില്ല, ആരും ചെയ്യുന്നു പോക്കണ്ട. ബൈബിൾ വചനം ഓർത്തു വയ്ക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. കാരണം വേറൊന്നുമല്ല, അത് എനിക്ക് പണ്ടേ അങ്ങനെ വേറെ ഓർമ്മക്കുറവാണ്. ഒരാൾക്കും ഒരു ഓർമ്മക്കുറവും ഇല്ല. ഒരാൾക്കും ഒരു ഓർമ്മക്കുറവും ഇല്ല. കഴിഞ്ഞ മാസം കണ്ട സിനിമയുടെ കഥ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അതിന് മുമ്പത്തെ മാസം കണ്ട സീരിയലിൻ്റെ കഥ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. സീരിയലിലാണെങ്കിൽ ഇന്ന് അരമണിക്കൂറേ കാണിക്കൂ, അടുത്ത ആഴ്ച അതിൻ്റെ ബാക്കിയാണ്. കൃത്യമായിട്ട് ഓർമ്മ കാണും. തുടങ്ങിയത് മുതലുള്ള കഥ എന്ന് ചോദിച്ചു നോക്കി, ആരുടെ മോൻ്റെ മോളാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയും. പക്ഷെ ബൈബിൾ ഒരു വാക്കി ഓർക്കാൻ പറ്റുമോ? ഓർക്കാൻ പറ്റൂല. ഓർമ്മക്കുറവല്ലേ? ഓർമ്മക്കുറവാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഓർമ്മക്കുറവല്ല, നമ്മൾ ഏതാണോ ഹൃദയം കൊണ്ട് പൂർണ്ണമായി അറ്റൻഡ് ചെയ്ത് ശ്രദ്ധിക്കുന്നത് അത് നമ്മൾ ഓർത്ത് വയ്ക്കും. സിനിമ കാണുമ്പോൾ നമ്മുടെ ഫുൾ ഹൃദയം അവിടെയാ, വേറെ എന്ത് തന്നെ നമ്മൾ നടക്കൂല്ലേ. പണ്ട് ആരെങ്കിലും തമാശയും പറയും, സീരിയൽ കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചിയോട് കള്ളം വന്നിട്ട് കൈ അടുത്തിരുന്ന പിച്ചാത്തി വെച്ച് അമ്മച്ചി എടുത്ത് കൊടുത്തിട്ട് വായിക്കണ്ടോണ്ടിരുന്നു. അതുപോലെ എന്ത് സംഭവിച്ചാൽ നമ്മൾ മാറൂല, അറ്റൻഡ്. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ പറയുന്നത്, മകനെ എൻ്റെ വാക്കുകൾക്ക് നീ ചെവി തരിക. അറ്റൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ബഹളം ഉണ്ടെങ്കിലും നമ്മൾ വേണ്ടപ്പെട്ട കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി നീ ചെവി കൊടുക്കും അല്ലേ? അതാണ് വചനം. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് ഓർത്തു വയ്ക്കാൻ പറ്റും. നമ്മൾ എന്താണോ ശ്രദ്ധിക്കുന്നത് അതാണ് നമ്മൾ ഓർത്തു വയ്ക്കുന്നത്. നമ്മൾ എന്തിനോട് സെൻസിറ്റീവ് ആണോ അത് നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആരും ആ വിഷയം അങ്ങ് വിട്ടേക്ക്. അപ്പോൾ വിചാരിച്ചാൽ നടക്കും, ഓർത്തു വയ്ക്കാൻ പറ്റും. നമ്മൾ എന്താണോ ഡംപ് ചെയ്യുന്നത് അതായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടും. നമുക്കിതിനകത്തൊരു വലിയ ഹാർഡ് ഡിസ്ക് ഉണ്ട്, നമ്മൾ സ്റ്റോർ ചെയ്യുന്നതൊക്കെ അവിടെ വയ്ക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ പോപ്പ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ബൈബിൾ പറയുന്ന ഇങ്ങനെയാണ്, ഒരു വലിയ പില്ലർ ഓഫ് ക്ലൗഡ്, ഒരു വലിയ മേഘസ്തംഭം ഇസ്രായേൽ മക്കളുടെയും ഈജിപ്തുകാരുടെ മിസ്രൈമ്യർ പുറകെ പോകുമ്പോൾ അവരുടെ മുന്നിൽ ഇടയ്ക്ക് നിന്നു. അതായത് ഇസ്രായേൽ മക്കൾക്ക് പകലിൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണായി ദൈവത്തിന്റെ സാന്നിധ്യം നടക്കുക. അപ്പോഴുണ്ടാ അതാ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ട് വീണ്ടും അവരെ, തൻ്റെ മൂത്ത മകൻ നഷ്ടപ്പെട്ടു, തൻ്റെ നല്ല ഒരു ഭാഗം ദേശം നശിപ്പിക്കപ്പെട്ടു, ദൈവത്തിന്റെ കരത്തെ ലിറ്ററലി കണ്ടു. എന്നിട്ടും ഹൃദയകാഠിന്യം കൊണ്ട് എന്ത് ചെയ്തു ഫറവോൻ? ഇസ്രായേൽ മക്കളുടെ പുറകെ പോയി. എന്തുമാത്രം വലിയ ഹൃദയകാഠിന്യം എന്ന് ആലോചിച്ച് നോക്കണേ. ഇത്രയും അത്ഭുതം കണ്ടിട്ടും പഠിച്ചില്ല. പോയപ്പോൾ ഈ ഇസ്രായേൽ മക്കളുടെ മുന്നേ പോയിക്കൊണ്ടിരുന്ന ആ മേഘസ്തംഭം പതുക്കെ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട്
ഇസ്രായേൽ മക്കളുടെയും ഈജിപ്തുകാരുടെയും ഇടയിൽ വന്നു. അതേ മേഘസ്തംഭം ഇസ്രായേൽ മക്കൾക്ക് വെളിച്ചം കൊടുത്തു, ഇപ്പുറത്ത് ഈജിപ്തുകാർക്ക് ഇരുട്ടും കൊടുത്തു. ഓക്കെ, അതേ മേഘസ്തംഭമാണ്. ഞാൻ ഡീറ്റെയിലായിട്ട് പോകുന്നില്ല, നമ്മൾ വേറെ ചിന്തിക്കാം. അതേ മേഘസ്തംഭം ഇവരെ രണ്ടായിട്ട് വിഭജിച്ചു. അതവർ 12 മണിക്കൂറോളം ഈജിപ്തുകാർ നോക്കി നിൽക്കുകയാണ്. നമുക്ക് ഇരുട്ട്, അവർക്ക് വെളിച്ചം. അവരതാ നടന്നു പോകുന്നു, അവർ അതാ കടലിന്റെ നടുവിൽ കൂടി നടന്നു പോകുന്നു. എന്നിട്ടും വിശ്വസിച്ചില്ല. ആലോചിച്ചോണം, കൺമുന്നിൽ ഇതിനപ്പുറം അത്ഭുതമില്ല. അവരുടെ ദൈവം അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. എപ്പോഴാണ് അവർ പറഞ്ഞറിയാവോ? അവർ ഈ ഉണങ്ങിയ നിലത്തിലൂടെ ഇസ്രായേൽ മക്കൾ നടന്നു പോയപ്പോ രാവിലെ ആയപ്പോൾ ഇതങ്ങ് ലിഫ്റ്റ് കൊടുത്തു, ഇവരെ പുറകെ പോവുക. അപ്പോൾ ദൈവം വെള്ളം കൊണ്ട് പതുക്കെ മൂടാൻ തുടങ്ങുക. അപ്പോഴാ വിളിക്കുന്നത്, അവരുടെ ദൈവം അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, ഇനി രക്ഷയില്ല. അത് മനസ്സിലാക്കി ഇത്തിരി സമയം എടുത്തോ? 9 ബാധ കണ്ണുമുന്നിൽ കണ്ടു. കോശൻ ദേശത്ത് മാത്രം ഒരു കുറെ നാളുകൾ വെളിച്ചം കൊടുത്തു ദൈവം. ഇവർക്ക് കൂരിട്ട് കൊടുത്തു. ഇവരുടെ ദൈവമായിരുന്ന സൂര്യദേവനെ നാണം കെടുത്തിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം കുറെ ദിവസം ഇവരുടെ വെളിച്ചത്തെ അടച്ചു. ഇവർ നോക്കി, ഇസ്രായേൽ മക്കൾക്ക് വെളിച്ചമുണ്ട്. ഗോശൻ ദേശം എന്ന് പറയുന്ന ഇസ്രായേൽ മക്കൾ പാർക്കുന്ന സ്ഥലം മുഴുവൻ പ്രകാശം. ഇവിടെയോ മിസ്രൈമിൽ കൂരിട്ട്. ഇത് കണ്ടിട്ടും പഠിച്ചില്ല. എന്നിട്ട് മരണനിലയിൽ കിടന്ന് വലിച്ചു പറയുക, ഓ അവരുടെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതുപോലെ നമ്മൾ എത്ര അത്ഭുതം കണ്ടാലും ക്രിട്ടിസൈസ് ചെയ്യും, എത്ര അത്ഭുതം കണ്ടാലും ഓ ഇതൊന്നും കാര്യമുള്ളതെന്ന് പറയും. അവസാനം നാശത്തിലേക്ക് പോകുന്നവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഹൃദയ കാഠിന്യത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഹല്ലേലൂയ. ഫറവോ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. അന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാത്രി മുഴുവൻ 12 മണിക്കൂറോളം ഇസ്രായേൽ മക്കൾ നടന്നു പോകുന്നത് വെറുതെ ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കുക. ദൈവം അവർക്ക് വേണ്ടി വഴി തെളിച്ച് ആ കടലിൽ കൂടി വഴി വെട്ടിയപ്പോഴെങ്കിലും ഇവൻ ഓർക്കണ്ടേ, ഇത്രയും ശക്തനായ ദൈവത്തിൻ്റെ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതാണ് ഹൃദയകാഠിന്യം. ഹൃദയകാഠിന്യം നമ്മളെ എന്ത് ജയിക്കും? നമ്മളെ പൊട്ടന്മാരാക്കി മാറ്റും. ഞാൻ പറയുന്നത്, നിരീശ്വരവാദികൾ എന്ന് പറയുന്നവരുടെ ഹൃദയം ഭയങ്കരമായ ഹൃദയകാഠിന്യമായിട്ടുണ്ട്. അതിനർത്ഥം അതുകൊണ്ടാണ് ദൈവം വചനം പറയുന്നത്, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നത്. കാരണം അവന്റെ ഹൃദയകാഠിന്യം, അവൻ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര PhD ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അവനെ എന്താക്കി മാറ്റും? മൂഢനാക്കി മാറ്റും. ഇത് കേൾക്കുന്ന വലിയ കൂടിയ ആൾക്കാർ എന്നെ കുറിച്ച് പറയുമ്പോൾ ഇവൻ പൊട്ടനാണെന്ന്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും വിശ്വസിക്കുന്നവർക്ക് ദൈവ ശക്തിയുമാണ്. അതെനിക്ക് ദൈവശക്തിയാണ്. കേൾക്കുന്നവൻ വിചാരിക്കും പൊട്ടത്തരം പറയുകയാണ്. പക്ഷേ വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വം കൊണ്ട് രക്ഷിപ്പാൻ അവന് കൃപ തോന്നി. എന്തിനാ തൊള്ള തുറന്ന് ഇവർക്ക് വിളിക്കുന്ന ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്? പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകമായ ജ്ഞാനത്തിൽ ദൈവം ഡിസൈൻ ചെയ്ത സിസ്റ്റമാണ് പ്രസംഗത്തിന്റെ ഭോഷത്വം കൊണ്ട് ജനത്തെ വിടുവിക്കുക. ഹല്ലേലൂയ. പ്രസംഗത്തിന്റെ ഭോഷത്വം. പക്ഷെ അതുവഴി എന്തുണ്ടാവും? വിടുതലുണ്ടാവും. നോക്കി നിൽക്കുന്നവൻ പറയും, നോക്കടാ കുറെ പൊട്ടന്മാർ, കുറെ പേർ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ഹൃദയം തടിച്ചിരിക്കുവാണ്. അവർ പറയുകയാണ്, നമ്മളാണ് സൂപ്പർ, നമ്മളാണ് പുരോഗമന ചിന്താഗതിക്കാർ, അവർ അഡ്വാൻസ്ഡ് ആണ്. അന്ന് ഈജിപ്റ്റ് വിചാരിച്ചിരുന്ന അവരെ തകർക്കാൻ ആർക്കും പറ്റില്ല. അഡ്വാൻസ്ഡ് എക്കോണമിയാണ് അവരുടേത്. അവരങ്ങനെ കരുതി നമുക്ക് കുന്തം വെച്ച് ജയിക്കാം, വാൾ വെച്ച് ജയിക്കാം. പക്ഷേ ഫൈറ്റ് ചെയ്യുന്ന ദൈവത്തോടാകുമ്പോൾ കുന്തവും വാളൊന്നും ഒന്നും അല്ലാതായി പോകും. നമുക്ക് വേറെ എന്തിനോടും ഫൈറ്റ് ചെയ്യാം, ദൈവത്തോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കുന്തവും വാളൊന്നും പറ്റത്തില്ല. അത് ഇവർക്ക് മനസ്സിലായില്ല. ഇവർ കുതിരയും ചേവകരെയും കൊണ്ടങ്ങ് പോവുക. ഒന്ന് ആലോചിച്ചൂടെ, എടാ ഇന്നലെ വരെ വെള്ളം മൂടിക്കിടന്ന നദിയെ 2ആയി പിളർന്നിട്ടിരിക്കുന്ന ദൈവം അതിനകത്ത് നിന്നെ കയറ്റിയ വെറുതെ വിടുവോ? നീ ഓടിക്കയറുന്ന ട്രാപ്പിലേക്കല്ലേ? എന്നിട്ട് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി. അതാ പറഞ്ഞേ, ഈ ഹൃദയകാഠിന്യം നമ്മുടെ ബുദ്ധിയെ കളയും, നമ്മുടെ കോമൺ സെൻസിനെ കളയും, ചിന്തിക്കാനുള്ള കഴിവ് പോവും. നമ്മളെല്ലാം യാന്ത്രികമായി ചിന്തിക്കും. ചിലരുണ്ടല്ലേ, ദൈവത്തെ കുറ്റം പറയാനുണ്ടോ, എന്തെങ്കിലും പുലമ്പണാണോ, എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ്, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ സ്ഥാപിക്കും അവർ. കാര്യം എന്താണ്? അവരുടെ ഹൃദയം കല്ലിച്ചിരിക്കുക. അവരുടെ ഹൃദയം ഒട്ടും സോഫ്റ്റ് അല്ല. അവരുടെ ബന്ധങ്ങൾക്കകത്ത് ഇത് കാണാൻ പറ്റും, അവരുടെ എല്ലാ മേഖലയും കാണാൻ പറ്റും, എല്ലായിടത്തും നമുക്ക് ഇത് കാണാൻ പറ്റും. അറഗൻസ്, പ്രൈഡ്, അഹങ്കാരം, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഞാൻ അടുത്തതിലേക്ക് പോവാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വാക്യങ്ങൾ വീട്ടിൽ വായിക്കുക. അവിടെ എഴുതുകയാണ്, നാം ഈ ഹൃദയകാഠിന്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ ചോയ്സാണ്. വചനം പറയും, നിങ്ങൾ ഹൃദയം കഠിനപ്പെടുത്തരുത് എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉത്തരവാദി. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ പറയുന്നത്, പൂർണ്ണ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവവും അതിൽ നിന്നാകുന്നു ആകുന്നു.
ഇവിടെ നിന്നാണ് ജീവൻ. അപ്പൊ എന്ത് ചെയ്യും? ഹൃദയം കഠിനപ്പെട്ട പ്രശ്നം എന്നറിയാവോ? ജീവൻ വരില്ല, ബന്ധങ്ങളിനകത്ത് മരണം വരും, ഫിനാൻഷ്യൽ മേഖലക്കകത്ത് മരണം വരും, നിന്റെ ലൈഫിനകത്ത് ഒരു ജീവൻ കാണത്തില്ല. ചിലർ പറയത്തില്ലേ, ആ മനുഷ്യനെ കാണുമ്പോഴേ ചത്തുപോലിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസരിപ്പ് കാണത്തില്ല. മറ്റങ്ങനെ ചിലരെ കാണുമ്പോൾ നമുക്ക് അറിയാം ഇതെന്തൊക്കെയോ ഇങ്ങനെ പുറത്തോട്ട് ബ്ലഷ് ചെയ്ത് വരുന്ന ആളാൻ വരും. എന്താണ്? ലൈഫുണ്ട്, മറ്റേ ലൈഫില്ല. ജീവന്റെ ഉത്ഭവം വരുന്ന ഹൃദയത്തിന്. അപ്പൊ ഹൃദയം തടിച്ചിരിക്കുമ്പോൾ, കാഠിന്യപ്പെട്ടിരിക്കുന്നു, ദൈവശബ്ദം കേൾക്കാനും പറ്റില്ല, പകരം മരിച്ച അവസ്ഥയാണ്. ഇവിടെ പറയാണ്, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഇബ്രായലേഖനം 3-ാം അധ്യായം 7 മുതൽ വാക്യം പറയുക. അടുത്ത 13-ാം വാക്യം പറയുകയാണ്, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടരുത്. അപ്പൊ പാപം, ഈ മറഞ്ഞിരിക്കുന്ന രഹസ്യ പാപങ്ങൾ ആദ്യമൊക്കെ പ്രശ്നമില്ലെന്ന് തോന്നും, പക്ഷെ പിന്നെ ആകുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തെയും കഠിനപ്പെടുത്തും. കാരണം ഈ പാപം ഒന്നും വലിയ പ്രശ്നമുള്ളതല്ല എന്ന് പറയാൻ തുടങ്ങും. ഒരു പാപപ്രവൃത്തി നിനക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചർ അല്ല. ഞാൻ പറയാൻ മനസ്സിലാകണം. ഒരു പാപപ്രവൃത്തി നിങ്ങൾ അറിഞ്ഞോ ചെയ്തു പോകുമ്പോൾ കുറ്റബോധം തോന്നുന്നെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഡേഞ്ചർ. അത് ഡേഞ്ചർ അല്ല. കാരണം നീ റിപ്പന്റ് ചെയ്യുന്നു എന്നർത്ഥം. നിനക്ക് ഇപ്പോഴും ജീവനുണ്ട്, നീ ദൈവമായ ബന്ധത്തിൽ തന്നെ മാറ്റും. പക്ഷേ ഒരു പാവപ്രവൃത്തി നീ പറയാണ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന, ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, ഇതൊക്കെ സാധാരണമാണെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബ്നോർമൽ, അത് പ്രശ്നമാണ്. അത് നിന്റെ ഹൃദയത്തെ തടുപ്പിച്ച് വെച്ചിരിക്കുക. ദൈവം നിന്നോട് പറയുന്ന നോ പോലും നിനക്ക് കേൾക്കാൻ പറ്റാതായിരിക്കുന്നു. ദൈവം നിന്നെ നടന്ന വഴികൾ നടക്കാൻ പറ്റാതായിരിക്കുന്നു. നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റാതായിരിക്കുകയാണ്. അതാണ് പാപത്തിന്റെ ചതി. അങ്ങനെയും കഠിനപ്പെടാം. സ്ഥിരം ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കുറെ നാൾ ആ പാപത്തെ തുടരുമ്പോൾ ആ വ്യക്തി പിന്നെ ദൈവശബ്ദത്തോട് ഹാർഡുണ്ടാവും. പിന്നെ അവനെ കേൾക്കാൻ പറ്റില്ല. ആദ്യമൊക്കെ ദൈവത്തിന് നോ പറയും. നമ്മൾ ആ നോയെ അവഗണിച്ച് വീണ്ടും ആ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളെ ഹൃദയത്തിന്റെ സ്റ്റേറ്റ് ആണ് കാഠിന്യപ്പെട്ട ഹൃദയം. പിന്നെ നിങ്ങൾക്ക് ഈ ചിലരുണ്ടല്ലോ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ചില ഭയങ്കരമായിട്ടുള്ള ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരില്ലേ, കൊലപാതകങ്ങളും ഭയങ്കരമായിട്ടുള്ള കുറ്റങ്ങളും, ഇവർക്ക് മനസ്താപവും തോന്നുന്നില്ലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇവർക്കൊന്നും മനസാക്ഷിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ തോന്നുമായിരിക്കും, പിന്നെ ഇവരുടെ ഹൃദയം അങ്ങ് കഠിനപ്പെടും. പിന്നെ ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ലതാണ്. ഇതുപോലെ ദൈവശബ്ദത്തിനോട് ഇവർ റെസ്പോൺസീവ് ആവത്തില്ല, ഇവർ മിണ്ടത്തില്ല. ദൈവം എന്ത് പറഞ്ഞാലും, ഇനിയിപ്പോൾ എത്ര മെസ്സേജ് കേട്ടാലും ഇവർ ഇതൊക്കെ നമ്മളത്രേ. നമുക്ക് ഇപ്പം ഞാനിത് പ്രസംഗിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ്, ദൈവം തോന്നിക്കുകയാണ്, മോനെ അത് നിന്നോടാ സംസാരിക്കണേ, അതങ്ങ് വിട്ടേരാട്ടോ, ഇനി അത് വേണ്ട, സത്താനെ എന്ന് പറഞ്ഞാൽ നമ്മൾ കളയുകയാണെന്ന് വെച്ചാൽ ഇത് ദൈവം പറഞ്ഞല്ല. ഇതൊക്കെ ആരാ ചെയ്യാത്ത? ഇപ്പം ഇതൊക്കെ ന്യൂ ഏജ് ട്രെൻഡ് അല്ലേ? ഇത് ചെയ്തില്ലേ പിന്നെ ആണാണോ? ഇതാണ് നമുക്കിഷ്ടം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ശീലിക്കുമ്പോൾ നമ്മുടെ അകത്തെന്ത് ചെയ്യും? ഹൃദയം കഠിനപ്പെടും. പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. യെശയ്യാപ്രവചനം പറയുക ഇങ്ങനെയാണ്, നീ നടക്കുമ്പോൾ വഴി വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും, നീ കേൾക്കും. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. യോഹന്നാൻ 10:27 പറയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. പക്ഷെ ആടിന്റെ ചെവിക്ക് അത് പഞ്ഞു വെച്ച് അടച്ച കേൾക്കൂലല്ലോ. അതുപോലെയാണ് നമ്മൾ ഇതുപോലെ കുറെ സാധനം കുത്തി അടയ്ക്കും. നമ്മൾ തന്നെ സ്വയം പറഞ്ഞുണ്ടാക്കും, പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു തരും. ഓക്കെ, അതുകൊണ്ട് ചില ആൾക്കാരുടെ മെസ്സേജ് കേട്ടാൽ മതി നമ്മളെ ഹൃദയമൊക്കെ കല്ലൂലാവും. അതും പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് കേൾക്കുന്നു എന്നുള്ളതും ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കണം. നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മളാണ് നമ്മുടെ ഹൃദയത്തിന്റെ കാവൽക്കാരൻ. പൂർണ്ണ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. പാപത്തിന്റെ ചതിയിൽ പെടരുത്. എന്ന് വെച്ചാൽ ഒരു തെറ്റ് ചെയ്താൽ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യണം? റിപ്പന്റ്. അപ്പൊ തന്നെ മാനസാന്തരപ്പെടുക. അതിനെന്ത് ഏറ്റുപറയുക? കഥാവേ തെറ്റിപ്പോയി, നീ പറഞ്ഞ നോയെ ഞാൻ അവഗണിച്ചു, കഥാവേ അടുത്ത പ്രാവശ്യം ആവർത്തിക്കത്തില്ല. നീ 7 പ്രാവശ്യം അങ്ങനെ പറഞ്ഞാലും കർത്താവ് ക്ഷമിക്കും. പക്ഷെ പറയാനുള്ളൊരു ഹൃദയം നിനക്കുണ്ടാവണം. ഹല്ലേലൂയ, പറയാനുള്ള ഹൃദയം നിനക്കുണ്ടാവണം. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇല്ലെങ്കിൽ നീ അവിടെ അത് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ, ഏതെങ്കിലും തെറ്റ് നീ സ്ഥിരം ചെയ്യുന്നു, അതൊരു പ്രശ്നമായിട്ട് ഒരാൾ ചിലപ്പോൾ സ്ഥിരം മോഷ്ടിക്കുകയാണ്. സ്ഥിരം മോഷ്ടിക്കും, ചെറിയ പൈസയല്ലേ, അതിൻ്റെ കാര്യമൊന്നുമില്ല. സ്ഥിരം കള്ളം പറയുന്നു, ചെറിയ കാര്യമല്ലേ. പക്ഷേ ഒരു നാൾ നിന്നെ അത് കൊല്ലും. യൂദ പണസഞ്ചിയിൽ നിന്ന് കുറേശ്ശെ പൈസ എടുത്തു. ഇതൊക്കെ ഇപ്പം യേശുവിന് ഇഷ്ടം പോലെ വരുമാനമുള്ളതല്ലേ, കുറച്ചെടുത്ത് ആരറിയാൻ പോണേ? അല്ലേ? അപ്പോൾ യേശുവിനൊന്നും അറിയായിരുന്നു.
അപ്പോൾ യേശുവിന് അറിയാമെന്ന് യൂദയ്ക്ക് മനസ്സിലായി. യേശു ചോദിക്കുന്നുമില്ല. അപ്പോൾ യൂദ വിചാരിച്ചു, കുഴപ്പമില്ല, കുറച്ച് പൈസ അല്ലേ, എടുത്തോണ്ടിരിക്കും. എന്നെ ഇപ്പോഴും കർത്താവ് വിശ്വസിച്ച് ഖജാൻചിക്ക് വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ എനിക്ക് എടുക്കാം. എടുത്തുകൊണ്ടേ ഇരുന്നു. അവസാനം എന്ത് ചെയ്തു? ഒരാൾ വെച്ച് പറഞ്ഞടാ 30 വെള്ളിക്കാശ് ഇങ്ങോട്ട് ചാടി വീണു. പണത്തോടുള്ള ആർത്തി ഇവൻ ലൈഫിൽ കൂടിക്കൂടി വന്ന് ആ പണം അവനെ കൊന്നു. അവസാനം കെട്ടി തൂങ്ങി ചത്തു. അഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തില്ല. ഹൃദയം കാഠിന്യപ്പെട്ടു. സ്വന്തം ഗുരുവിനെ, സ്വന്തം ഏറ്റവും വേണ്ടപ്പെട്ട ശ്രേഷ്ഠ ഗുരുവിനെ തന്നെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ യൂദായ്ക്ക് യേശുവിനോട് സ്നേഹമില്ല എന്ന്? സ്നേഹമുള്ളത് കൊണ്ടാകുമ്പോൾ തൂങ്ങിച്ചത്തെ. അവൻ്റെ ഹൃദയത്തിൽ കുറ്റബോധം വന്നു. എൻ്റെ ഗുരുവിനെ, എൻ്റെ പ്രാണപ്രിയനെ ഞാൻ ഒറ്റിക്കൊടുത്തുവല്ലോ. ഇതുപോലെ ഹൃദയകാഠിന്യം. നമ്മളെ തെറ്റ് ചെയ്യുന്നത് വരെ കുഴപ്പമില്ലടാ, ചെയ്യടാ എന്ന് പറയും. പക്ഷെ തെറ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലോ അതേ സാധനം കുത്തും. എടാ എങ്കിലും നീ ചെയ്തല്ലാടാ. മനസ്സിലായ? നമ്മൾ പാപം ചെയ്യാൻ വേണ്ടി ഇത് പ്രോത്സാഹിപ്പിക്കും. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, ആര് കാണാൻ, ആരറിയാൻ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. ഞാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഹൃദയകാഠിന്യം. കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഈ മനുഷ്യനോട് പറഞ്ഞു 30 വെള്ളിക്കാശ്, ഒരു ഉമ്മ, അത്രയേ ഉള്ളൂ, ഒന്ന് കൊടുത്തേരടാ, ഒന്ന് കെട്ടിപ്പിടിച്ച ഉമ്മ. ഗുരുവിന് നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നീ കുത്തുന്നില്ല, തള്ളുന്നില്ല, ഒറ്റ കൊടുക്കുന്നില്ല, നീ ഉമ്മ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ നമ്മൾ ശരിയാ, ഉമ്മ അല്ലേ, 30 വെള്ളിക്കാശ് കിട്ടുകയും ചെയ്ത് ഉമ്മയും കൊടുത്തു. സിമ്പിൾ. ഇതായിരിക്കും യൂദ മനസ്സിൽ കണക്കൂട്ടിയത്. പക്ഷേ ആ നിമിഷം കഴിഞ്ഞപ്പോ അവനകത്തേക്ക് ഒന്ന് കുറ്റബോധം. നീ നിന്റെ ഗുരുവിനെ 30 വെള്ളിക്കാശ് തള്ളിക്കൊടുത്തില്ലേ. ഇതുവരെ നമ്മെ സപ്പോർട്ട് ചെയ്ത അതേ ഹൃദയം ഇപ്പൊ കുറ്റം വിധിക്കാൻ തുടങ്ങി. ഇത് ഹൃദയകാഠിന്യത്തിന്റെ ഏറ്റവും വലിയ ഡേഞ്ചറാണ്. മനസ്സിലായോ? അപ്പോ പാപത്തിന്റെ സ്വഭാവം വരുമ്പോൾ എന്ത് ചെയ്യുക? റിപ്പന്റ് ചെയ്യുക, അപ്പോൾ തന്നെ ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. അബ്രഹാം നമുക്ക് എല്ലാവർക്കും വളരെ മോഡലുള്ള വ്യക്തിയാണ്. ഞാൻ പറയും, നമുക്ക് ഉള്ളതിൻ്റെ അത്ര വിശ്വാസം പോലും അബ്രഹാം ഉണ്ടാകാൻ അറിയത്തില്ല. പക്ഷേ അബ്രഹാമിന് മറ്റൊന്നുണ്ടായിരുന്നു. അബ്രഹാം ഇല്ലാത്തൊരു സാധനം ഉണ്ടായിരുന്നു. അബ്രഹാമിന് അവിശ്വാസമില്ലായിരുന്നു. നമുക്ക് വിശ്വാസവും അവിശ്വാസവും വ്യത്യാസമുണ്ട്. അൺബിലീഫ് അത് വ്യത്യാസമാണ്. വിശ്വാസമൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും. പക്ഷെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ എന്തുണ്ട്? അവിശ്വാസമുണ്ട്. അവിശ്വാസത്തെ യേശു പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്യാറുണ്ട്. ശിഷ്യന്മാരോട് ചോദിക്കും, നിനക്ക് അവിശ്വാസമാണ്, നിങ്ങളുടെ അല്പവിശ്വാസം അല്ല, അവിശ്വാസ നിമിത്തം അത്രേ എന്നൊക്കെ പല പ്രാവശ്യം യേശു പറയാറുണ്ട്. അവിശ്വാസം എന്ന് വെച്ചാൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഹൃദയം, വിശ്വസിക്കാൻ പറ്റാത്തൊരു ഹൃദയം. ദൈവം ഇതൊക്കെ ചെയ്യുമോ? അവിശ്വാസം. കണ്ടാൽ പോലും വിശ്വസിക്കാതിരിക്കും. പക്ഷെ അബ്രഹാം എബ്രായലേഖനം 11-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുകയാണ്, താൻ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടാകുമായിരുന്നു. തൻ്റെ ദേശത്തെയും തൻ്റെ ചാർച്ചക്കാരെയും എല്ലാം വിട്ടുപോകാൻ ദൈവം പറഞ്ഞപ്പോൾ അതിനെ വിട്ട് കളഞ്ഞിട്ട് പോയ അബ്രഹാം പിന്നെ അതിനെക്കുറിച്ച് ഓർത്തില്ല. പഴയതിനെ കുറിച്ച് അവൻ ഓർക്കുന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? തിരിച്ചു പോകേണ്ടി വന്നില്ല. റോമലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യം. മതി. അവിടെ നിന്നാണ് ഹി കൺസിഡേർഡ് നോട്ട്. യേശു നേരത്തെ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങൾ അപ്പത്തിന്റെ സംഗതി ഗ്രഹിക്കുന്നില്ലയോ? ഇവിടെ അബ്രഹാം ഗ്രഹിച്ചു. പക്ഷെ എങ്കിലും അവൻ കാര്യമാക്കേണ്ടത് മാത്രമേ കാര്യമാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ നിന്റെ സന്തതി യുവണ്ണമാകും എന്നുള്ളത് മാത്രം അവൻ സ്വീകരിച്ചിട്ട് അവന്റെ ശരീരത്തിന്റെ നിർജീവത്വവും തന്റെ ഭാര്യയുടെ ഗർഭാത്തം തകർന്ന അവസ്ഥയും അവൻ കാര്യമാക്കിയില്ല. നമുക്കിന്ന് അതൊക്കെയാ കാര്യം. നമുക്ക് പ്രശ്നങ്ങളൊക്കെയാ വലിയ കാര്യം. ദൈവം എന്ന പ്രോമിസും ദൈവത്തിന്റെ ശക്തിയും ഒക്കെ നമുക്ക് രണ്ടാമതാണ്. അബ്രഹാം തിരിച്ചാ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ ചെയ്യുവാൻ ശക്തനെന്ന് ഉറച്ചു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തോ, പ്രശ്നം എത്ര വലുതായിക്കോട്ടെ അതിനെ അവൻ എന്ത് ചെയ്തില്ല? കാര്യം ആക്കിയില്ല. അപ്പൊ വിശ്വാസത്തെക്കാൾ വലുതാണ് നമ്മൾ എന്തിനെയാണ് അവിശ്വസിക്കേണ്ടത്. പ്രശ്നങ്ങൾ അങ്ങ് അവിശ്വസിക്കണം, അതിനെ കാര്യമാക്കരുത്. വചനം പറയുന്നത് കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മൾ എന്താണ് വിതയ്ക്കുന്നത്? രാവിലെ മുതൽ വിതയ്ക്കുന്നത് ഡിപ്രഷനാണോ? ഡിപ്രഷൻ കൊയ്യും. നമ്മുടെ ചിന്തകൾ ഡിപ്രഷനാണ്. രാവിലെ മുതൽ അയ്യോ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും ചിന്തിച്ചാണെങ്കിൽ അതായിരിക്കും നിങ്ങൾ കൊയ്യാൻ പോകുന്നത്. നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എന്തിനാണോ നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നത്, അതാണ് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്.
നമ്മൾ എന്തിനാണ് കൂടുതൽ നമ്മുടെ അധ്വാനം, നമ്മുടെ സ്പേസ്, നമ്മുടെ ടൈം, നമ്മുടെ എനർജി കൊടുക്കുന്നത്? അത് നമ്മളെ ഓവർടേക്ക് ചെയ്യും. സാത്താൻ നിങ്ങളോട് എപ്പോഴും പറയും, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും? നിങ്ങളുടെ മനസ്സിനെ ആരും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഏറ്റവും വലിയ കള്ളത്തരമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് സാധാരണഗതിയിൽ പറയുക. സാധാരണ നമ്മൾ പറയും, നിനക്കൊന്നും നിന്റെ ചിന്തകളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ പറയുകയാണ്, സകല ചിന്തകളെയും, കാസ്റ്റ് ഡൗൺ ഓൾ ഇമാജിനേഷൻസ്, എല്ലാ സങ്കല്പങ്ങളെയും നിനക്ക് പിടിച്ചടക്കാൻ പറ്റും. എന്ത് ചിന്തിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാൻ പറ്റും. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചടക്കാൻ പറ്റും. കോട്ടകളെ ഇടിച്ച് തകർക്കാൻ പറ്റും. നിന്റെ മനസ്സിനകത്തുള്ള നീ ബിൽഡ് ചെയ്ത കെട്ടിടങ്ങൾ, ഭയങ്കരമായ മോശം ചിന്തകളൊക്കെ നിനക്ക് തകർക്കാൻ പറ്റും. കാരണം എൻ്റെ പോരിൻ്റെ ആയുധമോ ജഡികമല്ല, ദൈവസന്നിധിയിൽ കോട്ടകൾ ഇടിപ്പാൻ ശക്തിയുള്ളവയത്രേ. അവയാൽ ഞാൻ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ച് കളഞ്ഞിട്ട്, അടുത്ത വാക്ക്, ഏത് വിചാരത്തെയും, കേട്ടോ, എവ്രി തോട്ട്, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു. അപ്പൊ എനിക്ക് പറ്റും, എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എൻ്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പൊ ഏത് ചിന്തിക്കണം എന്ന് ചിന്തിക്കണം നമുക്ക് തീരുമാനങ്ങളുള്ള ചോയ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് ആരും പറയരുത് എന്നെ സാത്താൻ ചിന്തിപ്പിച്ചു. സാത്താനെ നീ ചിന്തിപ്പിക്കണം. അവൻ പറയും ചിന്തിക്കേണ്ട ആൾക്കാരേ അല്ല. ഹല്ലേലൂയ. ഇതുള്ളവരുടെ പ്രത്യേകത ഒന്ന് പറയാം, നിങ്ങൾക്ക് ഇതുണ്ടെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനത്തോടുള്ള ഒരു റെസിസ്റ്റൻസ്. ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞാലും നമ്മളൊരു മറുതലിക്കുന്ന ഒരു ക്യാരക്ടർ, നമ്മളങ്ങനെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ട്. 2, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ റെഫറൻസ് കൊണ്ട് കേട്ടോ, പറഞ്ഞു പോകാൻ സമയമില്ല. ഒന്നാമത്തത്, ദൈവത്തിന്റെ വചനത്തോടുള്ള റെസിസ്റ്റൻസ്. അതിന്റെ വചനം നോട്ട് ചെയ്തോ, എബ്രായ ലേഖനം 3:15. അവിടെ പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്, മറുതലിച്ച് നിൽക്കരുത്, മരുഭൂമിയിൽ പിതാക്കന്മാർ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുകയാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. എന്താണ്? ദൈവ ശബ്ദത്തോട് മറുതലിക്കുക. 2, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഗ്രഹിക്കാൻ പറ്റാത്ത അനുഭവം. എത്ര അത്ഭുതം കണ്ടാലും ഉൾക്കൊള്ളാൻ, ഇതൊക്കെ എന്തെങ്കിലും ട്രിക്കായിരിക്കും, ഇതൊക്കെ 100-2 പേർക്ക് സംഭവിക്കുന്ന കാര്യമായിരിക്കും, ഇതൊന്നും എല്ലാവർക്കും നടക്കത്തില്ല, ദൈവം ഇപ്പോഴും അത്ഭുതം ചെയ്യുമോ എന്നൊക്കെ വിചാരിച്ച് ചിന്തിക്കുന്ന കാര്യം. 3, പ്രൈഡ്, ഡേഞ്ചറസ്, അഹങ്കാരം. എന്നെ കൊണ്ട് പറ്റും, എൻ്റെ അക്കൗണ്ടിൽ പൈസയുണ്ട്, എനിക്ക് സ്വത്തുണ്ട്, എനിക്ക് കാറുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എന്നെ കൊണ്ട് എല്ലാം പറ്റും. സെൽഫ് ഡിപ്പെൻഡൻസ്, എനിക്ക് ദൈവവും വേണ്ട, ആരും വേണ്ട, ഞാൻ മതി. ഇത് ഹൃദയകാഠിന്യത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണമാണ്. മറ്റൊന്ന്, അൺബിലീഫ്. എത്ര കണ്ടാലും വിശ്വസിക്കത്തില്ല, എത്ര അത്ഭുതങ്ങൾ ജീവിതത്തിലുണ്ടായാലും, എത്ര സൗഖ്യങ്ങൾ നേരിട്ട് കണ്ടാലും, ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്താലും വിശ്വസിക്കത്തില്ല. അൺബിലീഫ്. മറ്റൊന്ന്, അൺറിപ്പനൻസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ദൈവത്തിൻ്റെ വചനം നമ്മോട് ചൂണ്ടിക്കാണിക്കുമ്പോൾ, നീ ചെയ്യുന്ന തെറ്റാണെന്ന് സംസാരിക്കുമ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാതെ, തിരുത്താതെ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാ, ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ രീതിയാ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ എന്നൊക്കെ പറഞ്ഞ് അതിനെ ജസ്റ്റിഫൈ ചെയ്യും. എന്താണ്? ഇതൊക്കെ തെറ്റൊന്നുമല്ല, ഒന്നും പാപമല്ല, ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാലം. മറ്റൊന്ന്, ഇൻഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയില്ലായ്മ. വളരെ ഡേഞ്ചറസ് ആണ്. സംഗീതം 106:13 പറയുകയാണ്, അവൻ്റെ ഉപകാരങ്ങൾ, അവൻ ചെയ്ത കഴിഞ്ഞ നാളിലെ അനുഗ്രഹങ്ങളെ മറക്കരുത്. മറക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്. മറന്നു പോവുക, ദൈവം നൽകിയ നന്മകളെ നിസ്സാരമായി കാണുക, പ്രശ്നങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കണ്ടില്ലെന്നടിക്കുക, അതൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, ഇമോഷണൽ കോൾഡ്നെസ്. അത് നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ പറ്റും. വർഷിപ്പ് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഫീലിങ്സൊക്കെ മരവിപ്പിച്ചു പോവുക, ഒരു ആചാരം പോലെ പ്രാർത്ഥിക്കുക. ഇതും ഹൃദയകാഠിന്യത്തിൻ്റെ ലക്ഷണമാണ്. ഇതെങ്ങനെ പരിഹരിക്കാം? 1, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി നോക്കുക, ഓർത്തു വയ്ക്കുക ദൈവം ചെയ്ത നന്മകൾ. ദാവീദിന്റെ മുമ്പിൽ വലിയ പ്രശ്നം വന്നപ്പോൾ ദാവീദ് ഓർത്തു വെച്ച 2 സംഗതിയുണ്ട്. ഗോലിയാത്തിനെ കൊല്ലാൻ പറ്റുമോടാ? അവന്റെ മറുപടി, സിംഹം വന്നപ്പോഴും എൻ്റെ ദൈവം രക്ഷിച്ചു, കരടി വന്നപ്പോഴും രക്ഷിച്ചു, ഇപ്പോഴും രക്ഷിക്കും. പഴയത് മറന്നില്ല, അവൻ ഓർത്തു വെച്ചു. അതുകൊണ്ട് അവൻ പറഞ്ഞു, അന്ന് രക്ഷിച്ച ദൈവം ഇന്നും ജീവിക്കൊണ്ട് ഇപ്പോഴും രക്ഷിക്കും. നമുക്കും പറയാൻ പറ്റണം, അന്ന് എനിക്ക് സാമ്പത്തികമായി നൽകിയ ദൈവം, അന്ന് എന്നെ കരുതിയ ദൈവം, സൗഖ്യമാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നു, മാറ്റമില്ലാതെ ജീവിക്കുന്നു, എന്നും
സംഭവിക്കും. 2, ലിസൺ ആൻഡ് ഒബേ. ദൈവശബ്ദം കേൾക്കുക, അനുസരിക്കുക. നോ പറഞ്ഞ നോ തന്നെ ചെയ്യുക. 3, സ്റ്റേ ഹംബിൾ. യാക്കോബ് പറയുന്ന പോലെ അവൻ്റെ സന്നിധിയിൽ താണിരിക്കുക. എന്നെ കൊണ്ടെല്ലാം പറ്റും, എനിക്ക് പിന്നെ കഴിവുണ്ടല്ലോ, എനിക്ക് അതുണ്ടല്ലോ ഇതുണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് ഹംബിൾ ആവുക. ബി ഹംബിൾ. 4, നന്ദിയുള്ള ഹൃദയം ഉണ്ടാക്കിയെടുക്കുക. 1 തെസ്സലോനിക്കർ 5:18 പറയുകയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, എല്ലാത്തിനും നന്ദി പറയുക. ഗീവ് താങ്ക്സ് ടു ദ ലോർഡ്. എപ്പോഴും നന്ദി പറയും. നിങ്ങൾക്ക് നന്ദി പറയുന്നതിന് കാരണമുണ്ടോ? ഒത്തിരി ഉണ്ട്. നന്ദി പറയുക. 5, സ്റ്റേ ഇൻ ഫെലോഷിപ്പ്. എബ്രായർ 3:13, കൂട്ടായ്മ ആചരിക്കുക. എന്നെ കൂടെ ഒറ്റയ്ക്ക് ദൈവമായുള്ള ബന്ധം ഞാൻ വളർന്നോളാം എന്ന് ചിന്തിച്ചാൽ നടക്കാത്ത കാര്യമാണ്. കാരണം ദൈവം കൂട്ടായ്മ വെച്ചിരിക്കുന്നത് അതിനാണ്, സഭയെ വെച്ചിരിക്കുന്നത്. പരസ്പരം നിങ്ങൾ അന്യോന്യം, നിങ്ങൾ വീട്ടിൽ വായിക്കുക എബ്രായർ 3:13, അന്യോന്യം നിങ്ങൾ ഉത്സാഹിപ്പിച്ച് ബലപ്പെടുത്തി വളരുക. 6, റിപ്പന്റ് ക്വിക്ക്ലി. പെട്ടെന്ന് മാനസാന്തരപ്പെടുക. തെറ്റ് തോന്നി, പെട്ടെന്ന് കുറ്റബോധം തോന്നിയ കർത്താവേ സോറി എന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിക്കുക. അത് ഹൃദയ കാഠിന്യത്തിൽ നിങ്ങളെ രക്ഷിക്കും. തെറ്റുകൾ പറ്റാം, സ്വാഭാവികം. പക്ഷേ കർത്താവേ അതൊരു ശീലമാക്കാതെ കർത്താവിനോട് പറയുക, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. തീർച്ചയായും നിങ്ങളുടെ ഹൃദയ കാഠിന്യത്തെ കർത്താവ് സൗഖ്യമാക്കും. വചനം പറയുകയാണ്, അവൻ കല്ലായ ഹൃദയത്തെ മാറ്റി മാംസളമായ ഹൃദയം നൽകും. പുതിയ കവനന്റിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമ്മുടെ ഹൃദയത്തിലെ കല്ലായ ഹൃദയങ്ങളെ മാറ്റി, നമ്മൾ ഉള്ളിൽ നിന്ന് മാറ്റി മാംസളമായ ഹൃദയം നൽകും. സോഫ്റ്റ് ഹാർട്ട് നൽകും. ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്ന രീതിയിലാണ്. ഇന്ന് ചില പേപ്പറുകളിൽ ഇങ്ങനൊരു ചോദ്യമുണ്ട്, ജെൻഡർ 3 കോളം. ഇന്ന് 3 കോളം. പണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ആയിരുന്നു, ഇന്നൊരു കോളം കൂടെ ഇട്ടിരിക്കുക. എത്ര ജെൻഡർ ഉണ്ടെന്ന് ചോദിച്ചാൽ ബൈബിളിലേക്ക് നോക്കിയാൽ മതി, ആദ്യ പുസ്തകത്തിൽ വായിച്ചാൽ മതി, മറുപടി ഉണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇന്ന് പെണ്ണും പെണ്ണുമായി വിവാഹം കഴിക്കുന്നതിന് കാരണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. അതിനും കാരണം കണ്ടെത്തുക. അത് നോർമൽ എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ നോർമലാ ഹൃദയ കാഠിന്യം. എത്ര കേട്ടാലും ദൈവശബ്ദം സ്വീകരിക്കാൻ പറ്റാതെ വേണം നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. ഞങ്ങൾ ഇങ്ങനെയേ പോകൂ. അവസാനം ആ വെള്ളം ഒന്ന് മുക്കുന്നവരെയും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ മുന്നിൽ എത്ര അത്ഭുതം കണ്ടാലും അവർ പഠിക്കത്തില്ല. അവർക്ക് ഒരൊറ്റ കാര്യം വേണം, ഹംബിൾനെസ്. ഹംബിൾ ഹാർട്ട് മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ. ദൈവം താഴ്മയുള്ളവനോട് കരുണ കാണിക്കുന്നു, നിഗളികളോടോ അവൻ എതിർത്ത് നിൽക്കുന്നു. അവൻ എതിർക്കാൻ കാരണം മറ്റൊന്നുമല്ല, ആ നിഗളികൾക്ക് ദൈവസ്നേഹത്തെയോ കൃപയോ സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയം ഒരു ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എന്നെ കേൾക്കോ പ്രിയരെ, എന്നെ ഓൺലൈനിൽ കേൾക്കുന്നവരാവാം. നിങ്ങൾക്ക് പണ്ടുണ്ടായ ദുരനുഭവം കൊണ്ടോ ആരിൽ വ്യക്തിപരമായി ഉണ്ടായ പ്രശ്നം കൊണ്ടോ ഒക്കെ ആയിരിക്കാം, ഏതെങ്കിലും പാസ്റ്റോടുള്ള ദേഷ്യമാകാം. പക്ഷെ അത് ദൈവത്തോട് കാണിച്ച് ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ നന്മകളിൽ നിന്ന് അകന്നു പോകരുത്, മാറിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനപ്പെട്ടു പോകാതിരിക്കാൻ സോഷ്യൽ മീഡിയകൾ നിങ്ങളെ അധികമായി ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. TV ന്യൂസുകൾ, ഫേക്ക് ന്യൂസുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവവചനത്തെ ആഴമായി പഠിക്കുക, വായിക്കുക. ഈ വചനം അകത്ത് പെനിട്രേറ്റ് കയറുന്ന വരെ വായിക്കുക. ഇതും നിങ്ങളും ഒന്നായി ചേരുന്ന വരെ വായിക്കുക. നിങ്ങൾ അതിൽ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ദൈവവചനം ശക്തിയുള്ളതാണ്, അത് ജീവനും ആത്മാവുമാണ്. അത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഹൃദയങ്ങൾ സോഫ്റ്റ് ആവട്ടെ. നിങ്ങളുടെ ബന്ധങ്ങൾ മാറ്റം ഉണ്ടാവും. മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പുകൾ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ തന്നെ ആള് മാറും. കാരണം നിങ്ങൾ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടികളാണ്. മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെടുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.